ഇന്നലെ രാത്രിയിൽ മാത്രം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ടർക്കിഷ് സോങ്കർ മോഡൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഞാനൊന്ന് പ്രേക്ഷകർക്ക് വിവരങ്ങൾ നൽകാം. തുടർച്ചയായിട്ട് നോക്കൂ, എവിടം മുതൽ എവിടം വരെയാണ്? ലേ മുതൽ സർക്രീക്ക് വരെയാണ് മെനഞ്ഞാന്ന് ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ബാരാമുള്ള, അവന്തിപ്പോരയിൽ മുതൽ ഉറി മുതൽ ഭുജ് വരെയുള്ള മേഖലകളിൽ 4 സ്റ്റേറ്റുകളിലൂടെയാണ്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. 4 സ്റ്റേറ്റുകളിലായ വിവിധ ഇടങ്ങളിൽ തന്ത്രപ്രധാനമായ മേഖലകളിലേക്കാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഈ ടർക്കിഷ് ഡ്രോൺ സോങ്കർ മോഡൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്കുകൾ നടന്നത്. അതോടൊപ്പം തന്നെ ബാരാമുള്ള, അവന്തിപുര, പഥാൻകോട്ട്, ഫാസിൽക്ക മേഖലകളിലുമുണ്ട്. നോക്കൂ, ഈ പ്രദേശങ്ങളെല്ലാം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ്. 4 സ്റ്റേറ്റുകളിലായിട്ടാണ് ഡ്രോൺ ആക്രമണം നടക്കുന്നത്. ബാരാമുള്ള, ഉറി മേഖലയിൽ തുടർച്ചയായിട്ട് ഒരേ സമയം തന്നെ ഷെല്ലാക്രമണം ഉണ്ടാവുന്നു, അതേസമയം തന്നെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുന്നു. അതിർത്തിയോട് ചേർന്നുള്ള കുപ്വാര റീജിയൻ, ഇവിടെയാണ് കുപ്വാര കിടക്കുന്നത്, ഈ ഭാഗത്താണ്. അതേപോലെ പൂഞ്ചിൻ്റെയും കുപ്വാരയുടെയും ഇടയിലുള്ള ഭാഗത്താണ് ഇന്നലെ മറ്റൊരു അറ്റാക്ക് നടന്നത്. അതും ഒരു അറ്റാക്ക് നടന്നത് ദ്രാസ് സെക്ടറിന് പുറത്തു ഭാഗത്ത് കിടക്കുന്ന ഒരു പ്രദേശത്താണ്. പ്രേക്ഷകർക്ക് കാണാം, അത് ബാരാമുള്ള ഡിസ്ട്രിക്റ്റിൽപ്പെട്ടിരിക്കുന്ന പ്രദേശത്താണ് ഇന്നലെ അറ്റാക്ക് നടന്നത്. നമ്മളതിനെ ഡിഫ്യൂസ് ചെയ്തു. 100% നമുക്കതിനെ ഡിഫ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നഗ്രോട്ട എന്ന മറ്റൊരു മേഖല, ജമ്മുവിൽ തുടർച്ചയായിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടാവുന്നു. ജമ്മുവിനോട് ചേർന്ന് കിടക്കുന്ന പത്താൻകോട്ട്, നഗ്രോട്ടയ്ക്ക് ചേർന്ന് കിടക്കുന്ന അവന്തിപുര എന്ന് പറയുന്നൊരു പ്രദേശം. അതായത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ അവന്തിപുര എയർബേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. തന്ത്രപ്രധാനമായ ഒരു കീ എയർബേസാണ് അവന്തിപുര. അവന്തിപുരയിലേക്ക് തുടർച്ചയായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഫിറോസ്പൂരിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. ദിസ് ഈസ് ഫിറോസ്പൂർ. ഫിറോസ്പൂർ കിടക്കുന്നത് പഞ്ചാബിലാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ കപൂർത്തല ഇടനാഴിയൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഫിറോസ്പൂർ. ഈ ഫിറോസ്പൂരിൽ ഇന്നലെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് 3 പേർക്ക് പരിക്കേറ്റത്. ഒരു സ്ത്രീക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ ANA നിന്ന് പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഡ്രോണുകൾ പഞ്ചാബിൽ മാത്രം 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. ഒന്ന് ഫിറോസ്പൂരിൽ, അതേപോലെ മറ്റൊന്ന് ഫാസിൽക്കയിൽ. ഈ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്നലെ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ലാൽഗഡ് ജട്ടനിലും അറ്റാക്ക് ഉണ്ടായി എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. ലാൽഗഡ് ജട്ടൻ, അതേപോലെ ഫിറോസ്പൂർ, ഫാസിൽക്ക, ഈ 3 പ്രദേശങ്ങളിൽ തുടരെ അറ്റാക്ക് ഉണ്ടാകുന്നു. നമ്മൾ രാജസ്ഥാനിലേക്ക് വന്നാൽ ജയ്സാൽമീറിലും ബാർമറിലുമാണ് ഇന്നലെ അറ്റാക്ക് ഉണ്ടാകുന്നത്. ജയ്സാൽമർ പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ ഒരു എയർബേസ് ആണ്. ജയ്സാൽമർ എയർബേസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ തുർക്കിഷ് ഡ്രോണുകൾ പലതവണ പാകിസ്ഥാൻ പ്രയോഗിച്ചതും. ഗുജറാത്തിലേക്ക് വന്നാൽ പ്രധാനമായിട്ടും കച്ച് മേഖലയിൽ ക്വാർബൈറ്റ്, ലാഖി നാല കച്ച് മേഖലയിലും അതേപോലെ ഭുജ് മേഖലയിലുമാണ് അറ്റാക്ക് ഉണ്ടാകുന്നത്. നോക്കൂ, പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് വിവിധ എയർബേസുകളിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്ന് കിടക്കുന്ന ജമ്മുവിൻ്റെ, പഞ്ചാബിൻ്റെ, രാജസ്ഥാൻ്റെ, ഗുജറാത്തിൻ്റെ പ്രധാനപ്പെട്ട ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്ന് കിടക്കുന്ന എയർബേസുകളിലും തന്ത്രപ്രധാനമായ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ്, തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലേക്കുമാണ് പാകിസ്ഥാൻ്റെ ടർക്കിഷ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടക്കുന്നത്. അത് തുടരെയുള്ള ആക്രമണങ്ങളാണ്. ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന നിലയിലാണ് പാകിസ്ഥാൻ ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഡ്രോൺ ആക്രമണങ്ങളെയും ഇന്ത്യയുടെ ആകാശ് സംവിധാനം ഉപയോഗിച്ചും S-400 സംവിധാനം ഉപയോഗിച്ചും നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവയുടെ എണ്ണം കേൾക്കുമ്പോഴാണ് നമുക്കൊരു ഞെട്ടലുണ്ടാവുന്നത്. 300-നും 400-നും ഇടയ്ക്ക് ഡ്രോണുകളാണ് പാകിസ്ഥാൻ മിനിഞ്ഞാന്ന് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം 26 പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലേക്കാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ ബാരാമുള്ള മുതൽ ഇവിടെ ഗുജറാത്തിലെ ഭുജ് വരെയുള്ള മേഖലകളിലാണ് തുടർച്ചയായിട്ട് പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുന്നത്. ഇതാണ് ഇന്നലെ നടന്ന ആക്രമണത്തിൻ്റെ ഒരു മാപ്പ്. ഞാൻ പാകിസ്ഥാനിലെ ഇന്നലത്തെ 4 പ്രധാനപ്പെട്ട എയർബേസുകളിൽ നടന്ന സ്ഫോടനത്തിൻ്റെ വിവരങ്ങൾ കൂടി ഞാൻ അല്പസമയം മുമ്പ് പ്രേക്ഷകരിലേക്ക് നൽകിയിരുന്നു. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇന്നലെ 26 ഇടങ്ങളിൽ വലിയ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് പാകിസ്ഥാൻ ഫൈറ്റർ പ്ലെയിനുകൾ വരികയും അവയിൽ 2 എണ്ണത്തെ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് വരുന്നുണ്ട്. നമുക്കത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മറ്റ് ഏജൻസികളിൽ നിന്നുള്ള വാർത്താ ഫീഡുകൾ കൂടി പ്രേക്ഷകർക്ക് നമ്മൾ നൽകും. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്, പാകിസ്ഥാൻ്റെ നാഷണൽ കമാൻഡ് അതോറിറ്റി യോഗം ചേരുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. ഉന്നതതല യോഗമാണ്. വളരെ നിർണായകമാണ് അവിടുത്തെ നീക്കങ്ങളും. അതേസമയം തന്നെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നത് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് തകർന്നതിനെ തുടർന്ന് പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണം ഏതു നിലയിലായിരിക്കും എന്നുള്ളത് നമ്മൾ നിരീക്ഷിച്ചു വരികയുമാണ്.